വെൽക്കം ടു കേരള കിച്ചൺ മോംസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് വളരെ എളുപ്പം ഒരു സ്വീറ്റ് കോൺ മസാല എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു കോൺസാണ്. അത് നമ്മളിതുപോലെ പച്ചയ്ക്ക് വാങ്ങാൻ കിട്ടുമല്ലോ, അതിലത്തെയാണ്. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ അല്ലികൾ വേർതിരിച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് ഒരു നൈഫ് യൂസ് ചെയ്യാം. നൈഫ് വെച്ച് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും. അപ്പോൾ അല്ലികളൊക്കെ ഇതുപോലെ സെപ്പറേറ്റ് ആക്കി എടുക്കാൻ നമുക്ക് പറ്റും. അങ്ങനെ നമുക്ക് എല്ലാ കോൺസിൻ്റെയും അല്ലികൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 2 കോൺസാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ അല്ലികളും നമുക്ക് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ എല്ലാ കോൺസും ഇതുപോലെ എടുത്തിട്ടുണ്ട്. കണ്ട അതിൻ്റെ അല്ലികളെല്ലാം ഇതുപോലെ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വയ്ക്കാം. ഞാൻ ഏകദേശം ഒരുപോലത്തെ 2 കോൺസാണ് എടുത്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ അല്ലികൾ ഇത്രയുണ്ട്. ഇനി നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് ഒരു പാത്രം എടുക്കുക. ഈ പാത്രത്തിനകത്തേക്ക് നമ്മൾ ഈ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺസിൻ്റെ അല്ലികൾ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതിനകത്തേക്ക് നിങ്ങൾ ഒരു 1/2 ടീസ്പൂൺ തൊട്ട് 1 ടീസ്പൂൺ വരെ ഉപ്പിൻ്റെ ആവശ്യമുള്ളൂ. നമ്മുടെ കോണിൻ്റെ എത്രത്തോളം കോൺ നമ്മൾ എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചുള്ള ഉപ്പ് വേണം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂൺ ഉപ്പാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യമെന്ന് പറയുന്നത് പഞ്ചസാരയാണ്. ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് ഇത് വെള്ളത്തിൽ കിടന്ന് വേണം നന്നായിട്ട് വെന്തെടുക്കാൻ വേണ്ടി. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സ്റ്റീം ചെയ്ത് വെള്ളം എടുക്കാൻ പറ്റും. പക്ഷേ ഞാൻ എപ്പോഴും വെള്ളത്തിലിട്ട് ഇതുപോലെ നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചതിന് ശേഷമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് നന്നായിട്ടിത് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിൽ തന്നെ കിടന്ന് നന്നായിട്ടിത് വെന്ത് വരണം. ഇപ്പം ഏകദേശം ഒരു 4-5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കത് വേവ് നോക്കാം. ഇതുണ്ട്, ഈ ഒരു പരുവാണ്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ ഇത് നമ്മുടെ കോൺ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് ഊറ്റിയെടുക്കാം. നമുക്ക് സ്ട്രെയിനർ ഉപയോഗിച്ച് കോൺ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ വെള്ളത്തിലേക്ക് ഊറ്റിയെടുത്തതിന് ശേഷം നമുക്ക് കോൺസ് മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇനി നമുക്കിത് മസാല തയ്യാറാക്കാം. ഇനി നമുക്ക് ഇത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു നാരങ്ങയുടെ പകുതി നീരെടുത്ത് നമുക്ക് ഇതിനകത്തേക്ക് പിഴിഞ്ഞ് ചേർക്കാം. പിന്നെ ഇവിടെ ഒരു നാരങ്ങയുടെ പകുതി ഫുള്ളായിട്ട് ചേർക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കാം. പിന്നെ ഉപ്പ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ജസ്റ്റ് കുറച്ച് ഉപ്പൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചാട്ട് മസാല ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് ചാട്ട് മസാല വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ചാട്ട് മസാല ഇടുന്നില്ല, ജസ്റ്റ് കുരുമുളക് പൊടിയും ഉപ്പും നാരങ്ങ നീരും മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി നമുക്കിത് സെർവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റിയാണിത്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇതെപ്പോഴും നമുക്ക് ചൂടോടുകൂടി സെർവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം കമൻ്റായിട്ട് തന്നെ അറിയിക്കുക. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.